അപ്പൊ ഇന്ന് നമ്മുടെ ഷാറിന്റെ കല്യാണമാണ്. നമ്മതേ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേണ്. ഇതാണ് എല്ലാരും പറഞ്ഞ അടിപൊളിയായിട്ട് വിഷ്ണു ചേട്ടനാണ് ഹൈലൈറ്റ്. ഡ്രസ് നിക്കണ് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി നമ്മള് നിന്ന ഹോട്ടലിനെ കുറിച്ച് പറയാം. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷവറാണ്. ഒരു രക്ഷയില്ല. എന്റെ അടിയിൽ ഞാൻ ഇറങ്ങാൻ തോന്നുന്നുണ്ടായില്ല മോനെ. വൈബ് സാധനം. കല്യാണമുള്ളതുകൊണ്ട് മാത്രം ഇറങ്ങിയതാ. ഞാൻ വൈബ് അടിപൊളിയായിരുന്നു. അതെങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു ഷവറിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഷവറിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ആദ്യം ചൂടുവെള്ളം ഇട്ടു, ഭയങ്കര ചൂടായി. അപ്പൊ ഞാൻ ന്യൂട്രലിലേക്ക് പിടിച്ചു. ന്യൂട്രലിലേക്ക് പിടിക്കുമ്പോ റെഗുലർ ഇന്റർവെൽസിൽ നല്ല ചൂടുവെള്ളം തണുത്തുവെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു. മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷാലോ വെള്ളം അല്ല, ഷാലോ വോം വാട്ടർ അല്ല. നല്ല ചൂട് വരും, കുറച്ച് മുമ്പ് തണുപ്പ് വരും. പക്ഷെ ഷവർ കിണ്ണം മാത്രല്ല നല്ല ഫെസിലിറ്റി ആയിരുന്നു, അടിപൊളിയായിരുന്നു. പാർക്ക് റെസിഡൻസി കോഴഞ്ചേരി ഒരുക്കി തന്ന ഷാറിനും കുടുംബത്തിനും നന്ദി. അങ്ങനെ നമ്മ പള്ളിയിലേക്ക് നമ്മൾ പോണ ഇപ്പൊ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. പള്ളിയുടെ പേര് പറയണ്ട, ഞാൻ കൊടുക്കും. എന്താണ് വല്ലാത്തൊരു പേര്. മഞ്ചിത്ര ഓർത്തഡോക്സ് പള്ളി, അത്രയും പറഞ്ഞു. മഞ്ചിത്ര ഓർത്തഡോക്സ് പള്ളി. അതിന്റെ ഇടയിൽ എന്തോ ഇല്ലടാ എന്റെ കുട്ടിക്ക് ഒന്നുമില്ല. അപ്പൊ നമ്മ പള്ളിന്റെ അവിടെ എത്തി. ഞാൻ മറന്നുപോയി കുറച്ച് വീഡിയോസ് എടുക്കാൻ. അപ്പൊ ഇപ്പൊ പള്ളിന്റെ അവിടെ വന്ന് ഒരു ഗുദാമി കൊണ്ടിട്ട് ഇപ്പൊ പാർക്ക് ചെയ്തിട്ട് ഒന്നും പറയാല്ലേ. കൊച്ചിന്നൊക്കെ ഇവിടം വരെ ഒരു ബഹുമാനം. ആശിക്ക് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കണേ. എന്താണത്? ആശിക്ക് മറ്റേ ഷർട്ടിന് മൂടിയിരിക്കണേ. ഇവിടെ ഒരാള് റെഡി ആയിക്കൊണ്ടിരിക്കണേ. കമ്മലൊക്കെ അങ്ങനെ. പിന്നെ ഇവിടെ നല്ലൊരു സൂപ്പർ തെങ്ങുണ്ട് അവിടെ. ടൈം കറക്റ്റ് ആണ്. ഇൻഷുറൻസുകാര് കാണുമ്പോ അവൻ അറിഞ്ഞോണ്ട് കൊണ്ടിട്ടതാണ്, അതുകൊണ്ട് പറ്റത്തില്ല. ട്രാൻസിഷനുള്ള സാധനം എടുത്തില്ല. അത് വേണ്ട. ഇല്ല, ഇപ്പൊ അവിടെ വെച്ചാൽ മതി. അപ്പൊ അതെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പള്ളിനെ കടക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കണം. എവിടെ ചിച്ചിരി വിളിച്ച് ചീത്ത കേട്ടില്ലേ? ഞങ്ങൊരു പറഞ്ഞതിലും ഒരു അരമണിക്കൂർ 12 മണിന്ന് അരമണിക്കൂർ. ഇപ്പൊ 1 മണി 1 മണിക്കൂർ. അതെന്താ? ഓക്കെ അമ്പോ ഇതാരേ വന്നെ സൂക്ഷിച്ചടക്ക്. ഹീൽസ് ഒക്കെ ഇട്ടിട്ടാ. ഇതാണ് പള്ളി. പള്ളിയുടെ ഫ്രണ്ട് അവിടെ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് പള്ളി നോക്കുമ്പോഴേക്കും വലിയ പാർക്കിംഗ് പോലെ, പക്ഷെ ഇലക്ട്രിക്കലും പാർക്കിംഗ് ഉണ്ട് ബാക്കിലേക്ക്. പറ കണ്ട നമ്മുടെ യാത്ര പീക്കും ഇവരോട് പഠിച്ചറിയാം. വീഡിയോയിൽ കിട്ടിയ എല്ലാരും തനിക്കെതിരെയുള്ള അപ്പൊ അവര് സന്തോഷത്തോടെ യാത്രയാകുകയാണ്. നമ്മളെ തപ്പി അങ്ങോട്ട് പോയി. അവള് ഹാപ്പിയാണ് ഗോയ്സ്, അവള് ഹാപ്പിയാണ്. ഇതാണ് പള്ളി.
ഒരു ഡ്രോൺ ഷോട്ട് എടുക്കണേ വരാം. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് എടുക്കാൻ വന്നേക്കണേ, പക്ഷെ കുടിക്കാൻ വന്നേക്കണേ. വേണ്ടേ വെൽക്കം ഡ്രിങ്ക് വേണ്ടേ? കിട്ടിയായിരുന്നെങ്കിൽ അറിയാമോ സമാധാനമായിട്ട് ഷാരൻ കിട്ടുന്നുണ്ടോ? ഷാരോടെ ആ അതേ ഷാരൻ എനിക്ക് കയറാൻ പാടുന്നുണ്ടോ? ഓ ഇല്ല, അവന്മാര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നു. അവരുടെ ഫോട്ടോഷൂട്ടില് കണ്ടവള് നമ്മുടെ ഷാരനും ഷാറിന്റെ ഡാഡിയും മമ്മിയും ഇവിടെ റെഡി ആയിട്ടിരിക്കണ ഫാൻ കൊള്ളാൻ വേണ്ടി വന്നിരിക്കണേ. ഇതാണ് ഒളിക്കുന്നോട്ടക്കാരൻ. എന്നപ്പാ വീണ്ടും വന്നേക്കുന്നു ഒളിഞ്ഞോട്ടക്കാരൻ. ചുണ്ടിട്ടല്ല, ആ ചുണ്ടിട്ട് കണ്ണ് ചുണ്ട് കണ്ണ്. അവരും അങ്ങനെ ഫുഡ് കഴിക്കാനത്തേക്ക് വന്നോണ്ടിരിക്കണേ. അവര് കയറി വരികയാണ്. സ്റ്റേജിലേക്കാണ് അവര്. പറ എന്താണ് 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 എന്താ Ladies and gentlemen, friends and family, ഇവനിന്നും വന്നു. reception of our dearest Dilip and Sharon. Father Mr. Alex Thomas to join them onto stage, and I also invite Dilip's brother Akhil Alex onto stage. And I would also like to welcome Sharon's parents, Mother Miss Laila Jose and her father Mr. P.V. Jose on stage. And also invite Sharon's brother Mr. Rodney and his fiancée Dr. Steffi along with them. അങ്ങനെ ഇപ്പോൾ അതെ അവർ സ്റ്റേജിൽ കയറി അവരുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കണതാണ്. മറ്റേ മെഴുകുതിരെത്തിക്കൽ, കേക്ക് മുറിക്കലും അങ്ങനെ അങ്ങനെ പരിപാടികളും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് അങ്ങനെ അവരുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടെ സൈഡിൽ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇന്ന് കാറ്റ് കൊള്ളണതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാരോണിൻ്റെയും ദിലീപിൻ്റെയും ഫാമിലി. കറി എടുത്തിട്ട് പോയി. അങ്ങനെ കൊറേ നേരത്തെ കാത്തിരിച്ച ശേഷം ഞങ്ങ ഇരുന്നു. കഴിച്ചിട്ടില്ല. ഷാരോ സാരി മാറ്റാൻ പോയതാണല്ലോ. എന്താണ് ഷാരോ സാരി മാറ്റാൻ? അതല്ലേ ജീവിതം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നപ്പോൾ നമ്മുടെ പീക്കു ഷാറിന് ഒരുക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ പീക്കും കൂടി വന്നിട്ട് കാര്യമായിട്ട് ഒരു അടി അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഞങ്ങളുള്ള കറികളെല്ലാം ചുമ്മാ ഇങ്ങനെ പ്ലേറ്റിട്ട് ടേസ്റ്റ് ചെയ്യണം. കിട്ടില്ല മട്ടൻ കറിയും അതുപോലെ തന്നെ മട്ടൻ ചാപ്സൊക്കെയാണ് തോന്നുന്നു. എന്തായാലും അടിപൊളി സാധനം. അതുപോലെ തന്നെ ചിക്കനും ഒരു രക്ഷയില്ല. പിന്നെ ഫ്രൈഡ് റൈസ്, അപ്പവും കലക്കിയായിരുന്നു. എല്ലാം നല്ല നൈസായിരുന്നു. ആക്ച്വലി ഷാരോന്റെ ഫംഗ്ഷൻ എല്ലാം ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഹാർവസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്ററിംഗ് ടീമാണ് സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും സാധനം പൊളിച്ചിട്ടുണ്ട്, അടിപൊളി. ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഗ്രൂപ്പ് ഫോട്ടോ കാണും. പരസ്യോ പീക്കു സങ്കടം കൊണ്ട് ഷാരോണ പിരിയുടെ സങ്കടം കൊണ്ട് കരയാണ്. പോട്ടെ. ആ ഞാൻ പോണു. ഓക്കെ ഞാൻ പോയി.
അല്ല അതല്ല പീക്ക് ഒന്ന് നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. ചേട്ടന്റെ നമ്പർ ഉണ്ടോ നിന്റെ അങ്ങനെ നമ്മ ഷാറുന്റെ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പൊ അവിടെ വിഷ്ണു ചേട്ടനും പീക്കും കൂടി ബൈറ്റ് കൊടുക്കാണ്, കണ്ട വീഡിയോയിൽ കൊടുക്കാൻ. അപ്പൊ അങ്ങനെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. ആശിക്ക് എങ്ങനെ പരിപാടിയൊക്കെ? സൂപ്പറായിരുന്നു, എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു അല്ലേ? നല്ല പരിപാടിയായിരുന്നു. ഷാരോണും ഹാപ്പിയാണ്, അതിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. മട്ടൺ ആണെങ്കിലും അതെ അതെ 2 ദിവസമായിട്ട് മട്ടൺ പൊളിയായിരുന്നു. ഇന്നലെ രാത്രി റഹ്മാനിയ അല്ലേ, റഹ്മാനിയ മട്ടൻ ബിരിയാണി. ഓക്കെ, നിങ്ങ ബൈറ്റ് ഒക്കെ കൊടുത്തിട്ട് വന്നെന്താ പറ, എങ്ങനെയുണ്ട് നമ്മുടെ ഷാറിന്റെ പരിപാടി? എങ്ങനെ? സോ നൈസ്, വെരി ഇമോഷണൽ, വെരി പറ. വെരി വെരി ഹാപ്പി ഷീസ് ഹാവിങ് ഗുഡ് ടൈം. അവളുടെ വെഡിങ് ഒക്കെ അവളിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് അവളുടെ ചുറ്റുമുള്ളവരും എൻജോയ് ചെയ്യുന്നു. ഇതൊന്നും അവിടെ പറഞ്ഞപ്പോ വന്നില്ല. സത്യം അവര് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കുമായിരിക്കും. അവരുടെ റെപ്യൂട്ടേഷൻ എടാ ഞാനിതൊക്കെ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു എന്താ പറയാ മനസ്സിലുള്ളത് മുഖത്ത് കാണുന്ന വ്യക്തിയാണ് ഷാരൻ. അതാ ഒരു സമയത്തും നമുക്ക് അവൾക്ക് ഇങ്ങനെ പ്രിറ്റൻഷ്യസ് എന്ന് പറഞ്ഞ സാധനം അവളുടെ ഡിക്ഷണറിയിൽ ഇല്ല. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവള് പറയും മോനെ ശോഭമാണ് ഇഷ്ടമല്ല എന്നുള്ള സാധനം പറഞ്ഞു, അത് എന്തിനാണെങ്കിലും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു പെർസ്പെക്റ്റീവില് നമ്മുടെ ഗ്രൂപ്പിലത്തെ ഏറ്റവും യുണീക്ക് വ്യക്തിയും കൂടിയാണ് അവളെന്ന് പറഞ്ഞു. ഞാൻ ഡെഫിനറ്റ്ലി അവളുടെ പോലത്തെ ഒരു ക്യാരക്ടർ നമ്മുടെ എപ്പോഴും നമ്മളോട് ഇല്ലാത്തതിൽ നമുക്ക് വൻ മിസ്സിംഗ് ഉണ്ടാവും. ഇപ്പൊ കൂടി നമ്മുടെ മുമ്പിൽ അവിടെ നിൽക്കുക, പക്ഷെ അവൾ അറിഞ്ഞിട്ടില്ല നമ്മളോട് ഉള്ള കാര്യം. എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ വിട്ട് പോവുകയില്ല ഗൈസ്. അവൾ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും, എപ്പോഴും ശല്യം ചെയ്തോണ്ടിരിക്കും. നമ്മൾ അവളെ വിളിച്ചില്ലെങ്കിൽ വിളിച്ച് ചീത്ത പറയും. നിന്നെ കുറിച്ച് വർത്താനം പറയാൻ പുറത്തിറങ്ങുമ്പോ നാണക്കേടാവും. ഷാര നീ ദുബായിക്ക് പോകുന്നത് റിലീസ് ആക്കരുത് നാട്ടിൽ കേട്ടോ. അങ്ങനെ ഷാരൻ പോവുകയാണ് ഗോയ്സ്. അതെ അയ്യോ എനിക്കൊന്നും പറഞ്ഞില്ലല്ലോ ഷാരന്റെ പറ്റി. നല്ല ഗുഡ് വൈബ്സ് ആയിരുന്നു ആൻഡ് ഷീ ഈസ് റിയലി ഹാപ്പി. അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇല്ലാത്ത വണ്ടി വാടക സത്യം പറയാം. സമാധാനം എന്നൊക്കെ പോയി ശല്യങ്ങൾ വേമ്പട്ടോ നമ്മള് ഹോട്ടലിലേക്ക് പോകുന്നുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അവിടെ വരെ ഇരിക്കണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവര് ഹാപ്പി ആയിട്ട് പോയി. നമ്മള് ഇപ്പൊ തിരിച്ച് എറണാകുളത്തേക്ക് പോണേണ്. അപ്പൊ ബൈ.